നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ക്രീനിലേക്ക് എത്തി നിൽക്കും. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യണം, മൈക്രോസോഫ്റ്റിൽ ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം, അതോടൊപ്പം തന്നെ അപ്ഡേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇതൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇതിന് നിങ്ങൾക്ക് സമയമില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലേക്ക് എത്തണമെങ്കിൽ ഇതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ടൊരു ട്രിക്കുണ്ട്, കാണിച്ചു തരാൻ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോകൾക്കായി ഫോളോ ചെയ്ത് വെച്ചോ. വീഡിയോയിലോട്ട് പോവാം. സിസ്റ്റം റീഇൻസ്റ്റാൾ ചെയ്താലോ അതല്ലെങ്കിൽ പുതിയൊരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന സ്ക്രീനാണിത്. ഇതിൽ നിങ്ങൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യ സെലക്ട് ചെയ്യുക, എന്നിട്ട് എസ് കൊടുക്കുക. അടുത്തത് കീബോർഡ് സ്റ്റാൻഡേർഡ് ചൂസ് ചെയ്യാനുള്ളതാണ്. അതിൽ നമ്മൾ US ഇംഗ്ലീഷാണ് സാധാരണ ചെയ്യാറ്, അത് സെലക്ട് ചെയ്യുക. വീണ്ടും എസ് എന്ന് കൊടുക്കുക. ഫുൾ കോൺഫിഗറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് നെറ്റ് കണക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ചില സ്ഥലങ്ങളിലൊക്കെ ഈ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് IP അഡ്രസ്സ് കിട്ടി ഇൻ്റർനെറ്റ് കിട്ടണമെന്നില്ല. നിങ്ങൾക്കിവിടെ മാനുവലി IP അഡ്രസ്സ് കൊടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഷിഫ്റ്റ് F10 പ്രസ് ചെയ്യുക. കമാൻഡ് മോഡ് ഓപ്പൺ ആയി വരും. കമാൻഡ് മോഡിൽ ncpa.cpl എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾക്ക് IP അഡ്രസ്സ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് F10 പ്രസ് ചെയ്യുക. കമാൻഡ് മോഡ് ഓപ്പൺ ആയി വരും. അവിടെ ഈ കാണുന്ന കമാൻഡ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് ക്രിയേറ്റ് ചെയ്ത് ഓക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, ഒരു കസ്റ്റമർക്ക് കൊടുക്കേണ്ട ലാപ്ടോപ്പ് ഒരിക്കലും ഈ രീതിയിൽ ചെയ്തിട്ട് കൊടുക്കരുത്. അവർക്ക് ലോഗിൻ ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസൊക്കെ സൈൻ ഇൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഓഫീസൊക്കെ കിട്ടുകയുള്ളൂ. ഇത് നിങ്ങളുടെ ഇൻറ്റേർണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വിൻഡോസ് മൊബൈൽ ട്രിക്സിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അറിയാത്തവർക്കായി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.